യോഗാവഭർജിത നിജാഖില കർമ്മബീജ സ്വാരാമധീരമതിരാജകരവ്രതാദ്യൈഃ ലോകേ ചാര ധൃതഗോമൃഗകാകചര്യ സ്വാധീന സിദ്ധിനിജയോ വിഭവൻ വിമുക്ത. യോഗശക്തി കൊണ്ട് തൻ്റെ സർവ കർമ്മ ബീജത്തെയും ദഹിപ്പിച്ചവനും ആത്മാരാമവും ധീരവുമായ മനസ്സോടു കൂടിയവനുമായ അവിടുന്ന് ആജകര വ്രതം മുതലായവ കൊണ്ടും പശു, മാൻ, കാക്ക മുതലായവയുടെ ചര്യയെപ്പോലുള്ള ചേഷ്ടകളോടുകൂടിയും സകല സിദ്ധികളും തനിക്ക് സ്വാധീനമാണെങ്കിലും എല്ലാത്തിൽ നിന്നും വിമുക്തനായും ലോകത്തിൽ സഞ്ചരിച്ചു. തീവ്രമായ യോഗ നിഷ്ഠയോടുകൂടിയ ഋഷഭദേവൻ യോഗശക്തി കൊണ്ട് ഉജ്ജ്വലിപ്പിക്കപ്പെട്ട ജ്ഞാനം കൊണ്ട് കർമ്മബീജത്തെ നശിപ്പിച്ചു. ലോകത്തിൽ ചുറ്റിക്കറങ്ങവേ ആജകര വ്രതം സ്വീകരിച്ചു. ഒരിടത്ത് കിടന്നും ഭക്ഷണം ലഭിച്ചെങ്കിൽ മാത്രം കഴിച്ചും ആഹാരാദികളിലോ ശരീരധർമ്മങ്ങളിലോ ഒരു ആസക്തിയുമില്ലാതെ മഹാസിദ്ധന്മാർ കഴിച്ചുകൂട്ടുന്ന രീതിയാണ് ആജകര വ്രതം. അജകരം എന്നാൽ പെരുമ്പാമ്പ്. അജകരത്തെ സംബന്ധിക്കുന്ന വ്രതം ആജകര വ്രതം. ശുദ്ധി, അശുദ്ധി, വിധി, നിഷേധം ഇവയൊന്നും ബാധിക്കാതെ പശു, മാൻ, കാക്ക എന്നിവയെ പോലെ തിന്നും കുടിച്ചും വിസർജിച്ചും സഞ്ചരിക്കുന്നത് ഗോ മൃഗ കാകചര്യ. സിദ്ധികളിൽ സക്തരാകുന്നത് ആത്മസാക്ഷാത്കാരത്തിന് വിലങ്ങാവും എന്ന് ലോകത്തെ ബോധിപ്പിക്കാനായി അവിടുന്ന് അവയൊന്നും സ്വീകരിച്ചില്ല. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.